ഹായ് ഗൈസ്, ഇന്ന് മെയ് 15. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ SSLCന്റെ ഫലപ്രഖ്യാപനമാണ്. ഈ SSLCന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു പേടിയാണ്. കാരണം നമ്മൾ SSLCന്റെ റിസൾട്ട് വരുന്ന അന്ന് ഫോണിന് ഒരു റെസ്റ്റും ഉണ്ടാവില്ല. ഓരോരുത്തർ വിളിക്കും, ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരായാലും ഒക്കെ വിളിയോട് വിളിയായിരിക്കും. എൻ്റെ കുട്ടിക്ക് ഇത്ര A+ ഉണ്ട്, എൻ്റെ കുട്ടിക്ക് എത്ര ആണ്, അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ കുട്ടിക്ക് അത് കിട്ടിക്കണമെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവുക. അടുത്ത കുട്ടിക്ക് എത്ര അത് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു എക്സാം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ സംബന്ധിച്ചോളം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ ഇതല്ല നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കുട്ടിക്ക് കുറേ A+ കിട്ടി വിചാരിച്ചിട്ട് അത് അപ്പുറത്തെ കുട്ടീനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഫോൺ കോൾസ് ഒക്കെ ഈ ഒരു ദിവസം മാറ്റി വെക്കുക. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് തന്നെ നമ്മളെ ലൈഫിനെ ഒരു ട്രോമയിലേക്ക് നയിക്കും. കാരണം ഇപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നു, അപ്പോൾ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ളതിനെക്കാട്ടിലും പേടി വീട്ടിലെന്ത് പറയും, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് ചോദിക്കും, അയൽവക്കത്തുള്ളവരെന്ത് ചോദിക്കും. ആ ഒരു ചോദ്യത്തിനാണ് അവർ ഭയപ്പെടുന്നത്, അല്ലാതെ റിസൾട്ടിനല്ല. ചിലപ്പോൾ ഇന്നലെ ആൾക്കാർ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും, അപ്പുറത്തെ വീട്ടിൽ 2 ആൾക്കാരുണ്ട്, നമ്മളെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ കുറേ ആൾക്കാരുണ്ട്, അതുപോലെ ഫാമിലി മെമ്പേഴ്സിൽ കുറേ പേരുണ്ടാവും എന്നൊക്കെ ഇന്നലെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഫോൺ നമ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, ഒന്ന് വിളിക്കാലോ എത്ര A+ ഉണ്ട് എത്ര A+ ഉണ്ട് ചോദിക്കാൻ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു ഇറിറ്റേറ്റ് ചെയ്യാതെ, എന്താ പറയുക, അവരിങ്ങോട്ട് വന്ന് പറയുന്നത് സ്വീകരിക്കുക, അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് എത്ര A+ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ സങ്കടപ്പെടുത്തരുത്. പിന്നെ എൻ്റെ കുട്ടിക്ക് 9 A+ ഉണ്ട്, അവൻ അത്രേ ഉള്ളൂ, അങ്ങനത്തെ കമ്പാരിസൺ പൊതുവെ ഒഴിവാക്കുക. പിന്നെ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പൊതുവെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ എന്നുള്ള രീതിക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ഇതൊരു റിസൾട്ട് അത്ര കണ്ടാൽ മതി. ഇപ്പം നിങ്ങൾ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട. കാരണം ഒരു പക്ഷെ ഒരാൾക്ക് പഠിക്കാനാവും കഴിവ്, ചിലവർക്ക് ചിത്രം വരയ്ക്കാനാവും, ചിലവർക്ക് പാട്ട് പാടാനാവും. അങ്ങനെ നമ്മളെ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തും. അത്രയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ അഥവാ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ട. നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയത് അത് വെച്ച് സാറ്റിസ്ഫൈഡ് ആവുക. ഇന്ന് SSLC ഫലപ്രഖ്യാപനം കാത്തു നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സുകൾക്കും നമ്മുടെ വക ഓൾ ദി ബെസ്റ്റ്.